കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയായ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് അഥവാ OICCയുടെ പ്രവർത്തനാനുമതിയാണ് ദുബായ് സർക്കാർ തടഞ്ഞിരിക്കുന്നത്. ഇതോടെ OICCയുടെ UAE സെൻട്രൽ കമ്മിറ്റി പ്രവർത്തനം നിർത്തിവെച്ചു. സംഘടനയുടെ എല്ലാ പ്രവർത്തനവും നിർത്തുന്നതായും താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായും പ്രസിഡന്റ് MG പുഷ്പാകരൻ അറിയിക്കുകയും ചെയ്തു. ദുബായ് സർക്കാരിന് കീഴിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് ലൈസൻസ് ലഭിച്ച സംഘടനകൾക്ക് മാത്രമേ ദുബായിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന നിയമം കർശനമാക്കിയിരുന്നു. 200ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ അസംഖ്യം സംഘടനകളെ നിയന്ത്രിക്കുവാനുള്ള സ്വാഭാവിക പ്രയാസം മുൻനിർത്തിയാണ് ദുബായ് സംഘടനകൾക്കുള്ള ലൈസൻസ് നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. സംഘടനകളുടെ ബാഹുല്യം കാരണം അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പറ്റാത്തതും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച സംശയങ്ങളുമാണ് നിയന്ത്രണം കർശനമാക്കാൻ ദുബായ് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നു മാത്രമായി 2000ഓളം അപേക്ഷകൾ പ്രവർത്തനാനുമതി തേടി CDAക്ക് ലഭിച്ചിട്ടുണ്ട്. ദുബായിൽ ലൈസൻസിന് അപേക്ഷിച്ച OICCയുടെ അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് CDA നിരസിച്ചത്. 1995 ലോക്കൽ ഓർഡർ നമ്പർ 96 ആർട്ടിക്കിൾ 4 പ്രകാരം അനുമതി നിഷേധിക്കപ്പെട്ട സംഘടനകൾ മറ്റ് സ്ഥലങ്ങളിലും അതേ പേരിൽ പ്രവർത്തിക്കുന്നത് വിലക്കുന്നു. ഇതോടെ സംഘടനയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായി പ്രസിഡന്റ് MG പുഷ്പാകരൻ മീഡിയ വണ്ണിനോട് വ്യക്തമാക്കി. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്.